അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ PMLA കോടതി പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളുമായി AC മൊയ്തീൻ MLA. പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും ED നടപടികളുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PMLA കോടതി ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനു മുകളിലും കോടതികളുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു സംഘടനയെ ഇതിൽ പ്രതിയാക്കുന്നതിന് എന്ത് ന്യായമാണുള്ളതെന്നും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് BJPയും പ്രതിപക്ഷവും ചെയ്യുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ED അന്വേഷണങ്ങൾക്ക് പിന്നിൽ BJPക്ക് കൃത്യമായ പങ്കുണ്ട്. ED നേരത്തെ തന്നെ ഞാനും രാധാകൃഷ്ണനും വർഗീസും പാർട്ടിയും ഒക്കെ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ EDയുടെ അതിനെ ചോദ്യം ചെയ്യാണ് ഞങ്ങൾ ചെയ്തത്. പ്രതിസ്ഥാനത്ത് നിന്ന് സ്കോഷ് ചെയ്യാൻ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നിയമാനുസൃതമുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. PMLA കോടതി പ്രോസിക്യൂഷൻ്റെ വാദമാണ് ഇപ്പം അംഗീകരിച്ചത്. കൂടുതൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ഉണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. മറ്റു സ്വാഭാവികമായിട്ടും കരുവന്നൂർ കേസിലെ മറ്റ് പ്രശ്നങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും മറ്റുള്ളവരും ഒക്കെ ആവശ്യമായ അന്വേഷണം നടത്തിയതാണ്, നടപടി സ്വീകരിച്ചതാണ്. രാഷ്ട്രീയമായി ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളുടെ പേരിൽ പാർട്ടിയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും നിലപാട് സ്വീകരിച്ച് ഇപ്പം അതിൻ്റെ കരുവന്നൂർ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി വന്ന് ബാങ്ക് സാധാരണ നിലയിലേക്ക് പോവുക. ആ BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കേസാണത്. ആ കേസിനെ നിയമപരമായി ഞങ്ങൾ നേരിടും. രാഷ്ട്രീയമായിട്ട് BJPയും പ്രതിപക്ഷവും ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞു പോകും. സംഘടനയെ തന്നെ കേസിൽ പ്രതിയാക്കുന്നത് അസാധാരണ സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു സംഘടനയെ പ്രതിയാക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇതിന് മുകളിൽ കോടതിയുണ്ടല്ലോ, ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ആ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. സംഘടനയെ പ്രതിയാക്കുക എന്നുള്ള അപൂർവ സംഭവത്തിനും ED ഏതറ്റം വരെയും എന്തും ചെയ്യാൻ പോകും എന്നുള്ളൊരു സൂചനയാണ്. രാഷ്ട്രീയ ദാസ്യവേല ചെയ്യാൻ തയ്യാറാകും എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. സുരേഷ് ഗോപി അവിടെ നിന്ന് ഒരു മാർച്ച് നടത്തിയതാണ്. അത്തരത്തിൽ വലിയ പ്രചാരണം BJP നടത്തിയതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അന്വേഷണത്തെ ED അന്വേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകും? ഞാൻ പറയുന്നത് ED അന്വേഷണങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ പുറകിൽ BJPയുടെ ഗവൺമെൻറ് ഇല്ലേ? ഒരു സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പങ്കുണ്ടാവും. ഞാനത് വ്യക്തിപരമായി കാണാനല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ BJP ഇതര രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയില്ലേ? ED എടുത്ത കേസിൽ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 1% താഴെയൊക്കെയല്ലേ ഇതുവരെ എടുത്ത കേസുകളിൽ. അപ്പോൾ കേസെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തലാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള കേസല്ലേ കൊടകര കുഴൽപ്പണ കേസ്? ED അന്വേഷിക്കാൻ പറഞ്ഞതല്ലേ? EDയുടെ അന്വേഷണം എന്തായി? ED അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, ഓഫീസിൽ 9 കോടി രൂപ കൊണ്ടുവന്ന് വെച്ചു, ചാക്കിലാക്കി എന്ന് പറഞ്ഞ തിരൂർ സതീഷ്, BJPയുടെ ഓഫീസ് സെക്രട്ടറി, അയാളുടെ മൊഴി പോലും ഇതെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ED രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഉപകരണമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമായാലും കേരളത്തിലെ മറ്റു സംഭവ വികാസങ്ങളും. You are watching VCV News.